ഹായ് ഫ്രണ്ട്സ്. കുവൈത്തിൽ വണ്ടി സ്വന്തമായിട്ടുള്ളവരും അതുപോലെ തന്നെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരുടെയും അറിവിലേക്കായിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ. അതായത് കുവൈത്തിൽ പരിഷ്കരിച്ച ട്രാഫിക് നിയമലംഘനങ്ങൾക്കുള്ള പിഴ ഈ ഏപ്രിൽ 22 മുതൽ നടപ്പിലാവുകയാണ്. ഒരുപാട് ട്രാഫിക് പിഴകളിൽ വലിയ വ്യത്യാസമാണ് വന്നിട്ടുള്ളത്. നമ്മൾ നേരത്തെ നേരത്തെ നമുക്ക് അറിയാതെ കിട്ടിക്കൊണ്ടിരുന്ന ട്രാഫിക് ഫൈനുകളൊക്കെ ഇപ്പോൾ ഡബിളും അതിൽക്ക് ഡബിളൊക്കെയാണ് ആയിട്ട് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ വണ്ടി ഓടിക്കുന്നവർ വളരെ ശ്രദ്ധിച്ച് മാത്രം വണ്ടി ഓടിക്കുക. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ജോലി ചെയ്തുണ്ടാക്കുന്ന നിങ്ങളുടെ സാലറി ഇവിടെ ഫൈനായിട്ട് തന്നെ കൊടുക്കേണ്ടി വരും. അത്തരത്തിലാണ് എല്ലാ നിയമലംഘനങ്ങളുടെയും ഫൈന് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. കൂടാതെ നമ്മൾ മൊബൈലൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ ഉപയോഗിക്കുന്നത് പരമാവധി ശ്രദ്ധിക്കുക. ഒരിക്കലും ഫോണ് കയ്യിലെടുത്ത് ഉപയോഗിക്കാതിരിക്കുക. നിങ്ങൾക്ക് അത്തരം കോളുകളും കാര്യങ്ങളൊക്കെ വിളിക്കേണ്ട ആളുകളാണെങ്കിൽ നിർബന്ധമായിട്ടും ഹെഡ്സെറ്റോ അല്ലെങ്കിൽ വണ്ടിയിലൊക്കെ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്തിട്ടൊക്കെ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരിക്കലും കയ്യിൽ മൊബൈൽ എടുത്തുകൊണ്ട് നിങ്ങൾ വീഡിയോ കാണുകയോ അതുപോലെ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യുകയോ അതുപോലെ തന്നെ മൊബൈലിൽ കോൾ ചെയ്യാനോ ശ്രമിക്കുകയോ ഒന്നും ചെയ്യരുത്. അപ്പോൾ അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മൾ സാധാരണയായി ട്രാഫിക് സിഗ്നലുകളിൽ വണ്ടി നിർത്തിയിട്ടിട്ട് നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കും. അത്തരത്തിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാലും ഇപ്പോൾ ഫൈനാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇപ്പോൾ എല്ലാ സിഗ്നലുകളിലും നമ്മളുടെ ബാക്കിലുള്ള ആ ഒരു റെഡ് സിഗ്നൽ ക്രോസ് ചെയ്യുമ്പോൾ അടിക്കുന്ന ക്യാമറയ്ക്ക് പുറമെ എല്ലാ സിഗ്നലുകളിലും ഒരു പ്രത്യേക തൂണിൽ വളരെയധികം ഹൈറ്റിൽ ഉയർന്നു നിൽക്കുന്ന മറ്റൊരു സർവൈലൻസ് ക്യാമറ കൂടി മിക്കവാറും സിഗ്നലുകളിൽ ഇപ്പോൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, ഓരോ സൈഡിലേക്കും റെഡ് സിഗ്നൽ ആവുന്ന സമയത്ത് ഈ ഒരു ക്യാമറ ഓരോ ആംഗിളിലേക്കും തിരിയുന്നുണ്ട്. അപ്പോൾ അത്തരം ക്യാമറകളിലൂടെ നമ്മൾ വണ്ടിയിൽ ഇരുന്ന് അതായത് സിഗ്നൽ വെയിറ്റ് ചെയ്യുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാലും ഫൈന് ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ വണ്ടി ഓടിക്കുന്ന ആളുകൾ പരമാവധി ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക. ഏപ്രിൽ 22 മുതൽ നടപ്പിലാക്കാൻ പോകുന്ന ഫൈനിന്റെ പൂർണ്ണ വിവരം ഞാൻ ഇവിടെ വീഡിയോ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു MOയുടെ എല്ലാ വെബ്സൈറ്റുകളിലും അതുപോലെ തന്നെ അവരുടെ ഇൻസ്റ്റഗ്രാം പേജിലൊക്കെ നിങ്ങൾക്ക് ഒരു വീഡിയോ ലഭ്യമാകും. അവരുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളൊക്കെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ MOയുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അവിടെ ലഭ്യമാകും. അതുപോലെ തന്നെ അതുമായുള്ള എല്ലാവിധ നോട്ടിഫിക്കേഷൻസും അത്തരം പേജുകളിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകും. എന്തായാലും പരമാവധി ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോ കാണാനായിട്ട് ഇതിൻ്റെ ബാക്കിൽ ഞാൻ വെക്കുന്നുണ്ട്. ഓരോ ട്രാഫിക് നിയമലംഘനത്തിനും എത്രയാണ് പിഴ എന്നുള്ളതൊക്കെ അതിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പരമാവധി ശ്രദ്ധിക്കുക.